Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. നിലമ്പൂരിൽ അസാധാരണമായ പോരാട്ടത്തിന് അങ്കത്തട്ടൊരുങ്ങി. വരുന്നത് ചതുഷ്കോണ പോരാട്ടം. 4 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ആര്യാടൻ ലെഗസിയുടെ കരുത്തിൽ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് UDF. ചതിപറ്റിയ ജനതയുടെ കരുത്തിൽ നവകേരള വികസന തുടർച്ചയ്ക്കുള്ള വോട്ടു തേടി LDF. നിലമ്പൂരിലെ സമുദായ സമവാക്യങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ BJP. ജനകീയ പ്രതിഷേധ പ്രതിരോധ മുന്നണിയുമായി PV അൻവർ. പോരാട്ട ചിത്രം തെളിയുമ്പോൾ നെഞ്ചിടിപ്പ് ആർക്ക്? അതിഥികളായ UDFിൽ നിന്നും മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, CPM പ്രതിനിധി V വസീഫ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സജി മഞ്ഞക്കടമ്പിൽ എന്നിവരാണ്. ഞാൻ ആദ്യം LDF പ്രതിനിധി V വസീഫിലേക്കാണ്. V വസീഫ്, ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത് മലപ്പുറത്തെ അപമാനിച്ചത് കേരളത്തോട് ചതി ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും നിലമ്പൂരിൽ വരാൻ പോകുന്നത് എന്നാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100-ലധികം സീറ്റുമായി LDF അധികാരത്തിൽ വരാൻ പോകുന്നതിൻ്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ കുറിക്കുന്നത് എന്നാണ്. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് LDFിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ആ വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്നത് UDFിനല്ലല്ലോ LDFിനല്ലേ എന്ന ആത്മവിശ്വാസമാണ്. ഇന്നത്തെ UDF കൺവെൻഷനിലെ ജനപങ്കാളിത്തം LDFിന് ആശങ്കയാകുന്നുണ്ടോ? V വസീഫ്. ഇന്നലെ ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ കൺവെൻഷൻ സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ നിലമ്പൂരിൽ നടന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതിൻ്റെ ജനപങ്കാളിത്തത്തിൽ വല്ലാതെ അസ്വസ്ഥരായവരാണ് ഇവിടെയുള്ള UDF. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ പ്രഖ്യാപിച്ചത് മുതൽ വലിയൊരു നെഞ്ചിടിപ്പ് UDFിൻ്റെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സാധാരണക്കാരായ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ഇത്തവണ സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ്. പക്ഷേ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയായിട്ടുണ്ട് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ അരുണിന് തന്നെ അറിയാം, ഈ നിലമ്പൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഒരുങ്ങി വരുന്ന സമയത്ത് അവർ ഒരിക്കലും സ്വരാജ് സ്ഥാനാർത്ഥിയാവില്ല എന്ന് കണ്ടവരാണ്. അങ്ങനെ വെല്ലുവിളികളും മറ്റുമൊക്കെ നടത്തി എന്തൊക്കെ ആക്ഷേപങ്ങളും എന്തൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയായി ഈ നാടാകെ സ്വരാജിനെ ഏറ്റെടുത്തു. ഒരു വികസന തുടർച്ചയ്ക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 9 വർഷക്കാലയളവ് എന്ന് പറയുന്നത് നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതങ്ങൾ നടന്ന ഒരു കാലയളവാണ്. ഇവിടെ നേരത്തെ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലഘട്ടം ഒരു 30-34 വർഷക്കാലയളവിൽ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. പൊതുവേ കേരളത്തിലുള്ള അവസ്ഥയും നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ആര്യാടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു. അന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഈ ഫിലമെൻ്റ് കാണണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ കേരളത്തിലുണ്ടായിരുന്നത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് വൈദ്യുതിയുടെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക്, വൈദ്യുതി എല്ലാവർക്കും കൊടുക്കുന്ന തരത്തിലേക്ക്, എല്ലാവർക്കും വൈദ്യുതി ലഭിക്കുന്ന തരത്തിലേക്ക്, എന്തിനേറെ ഇവിടെ ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോയി ലൈൻ വലിച്ചു കൊണ്ടുപോയി ആദിവാസി ജനവിഭാഗങ്ങൾക്ക് പോലും നിലമ്പൂരിൽ എല്ലാ ആദിവാസി ഊരുകളിലും വൈദ്യുതി എത്തിച്ചു, ഈ നിലമ്പൂരിൽ ഉൾപ്പെടെ. അങ്ങനെ എല്ലാവർക്കും വൈദ്യുതി. ഇവിടെ അതുപോലെ 22 സ്കൂളുകളാണ്. നിങ്ങൾക്കറിയാം, UDFിൻ്റെ ഭരണകാലത്ത് അവരുടെ ഒരു പ്രഖ്യാപിത നയം തന്നെ ലാഭവും നഷ്ടവും നോക്കി സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്നുള്ളതായിരുന്നു. നിലമ്പൂരിലെ സാധാരണക്കാർ പഠിക്കുന്ന, കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ 22 സ്കൂളുകളിലായി 43 കോടി രൂപയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇക്കാലയളവിൽ ചെലവഴിച്ചത്. ഇത് കേരളത്തിലെ നിലമ്പൂരിലെ മാത്രം അവസ്ഥയല്ല. കേരളത്തിലുടനീളം വിദ്യാഭ്യാസ രംഗത്ത്, വൈദ്യുതി രംഗത്ത്, ആരോഗ്യ രംഗത്ത് എല്ലാം മികവ് കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് KC വേണുഗോപാലിനെ പോലെ ഒരാൾക്ക് ഇത് കേരളത്തോടുള്ള ചതിയാണ് എന്ന് പറയാൻ പറ്റുക? പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വ്യക്തിപരമായി പോകേണ്ടതില്ല. ഒരു നിലവാരവുമില്ലാതെ സാധാരണ VD സതീശൻ പറയുന്ന ഒരു പ്രസംഗ സ്റ്റൈലിലേക്ക് അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചു പോയി. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അസ്വസ്ഥതയിൽ വന്ന് പ്രസംഗിച്ചു പോയി എന്നുള്ളതിൻ്റെ അപ്പുറത്തെ വേറെ കാണേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സ്ഥാനാർത്ഥിയെ ഈ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്ര, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു പ്രധാന വിഭാഗമായ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത്ര ഞങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇവിടെ ചർച്ച ചെയ്തതാണ്. ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടായോ, അതിലെന്താ വസ്തുത, അതൊക്കെ നിരത്തി എത്രയോ മണിക്കൂറുകൾ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ച വിഷയങ്ങളാണ്. ഇവിടെ അതിനേക്കാൾ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ലേ?
സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ്, ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ലക്ഷണമൊത്ത വർഗീയവാദി എന്നാ പറഞ്ഞത്. അതായിരുന്നു ഇവിടുത്തെ ചിത്രം. അതുണ്ടല്ലോ ഇവിടെ. പാണക്കാട് തങ്ങളെക്കുറിച്ച്, പാണക്കാട് കുടുംബത്തെക്കുറിച്ച് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയുണ്ട്? അത് ഈ നാട് അതൊന്നും കേട്ടില്ല എന്നാണോ? ഇനി അതല്ല KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഇവിടെ ചർച്ചയിൽ വരട്ടെ എന്നുള്ളത് കൊണ്ടാണോ ഇത് പറഞ്ഞത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. എത്ര മോശമായ രീതിയിലാണ് ഒരു UDFനോട് ഒട്ടി നിൽക്കുന്ന, കോൺഗ്രസിന്റെ ഭാഗമായി മലപ്പുറത്ത് നിൽക്കുന്ന ആര്യാടൻ മുഹമ്മദും അതേപോലെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്ന വ്യക്തിയുമൊക്കെ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെതിന് അപ്പുറത്തേക്ക് അവരുടെ ഒരു ആത്മീയ നേതൃത്വമായി കാണുന്ന പാണക്കാട് കുടുംബത്തെയും എത്ര വൃത്തികെട്ട രീതിയിലാണ് ആക്ഷേപിച്ചത്. തീവ്രവാദികളും വർഗീയവാദികളുമായി ഈ പറയുന്ന നേതാക്കന്മാരെ എല്ലാം ചിത്രീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നവർ ഇവരാ, ഞങ്ങളല്ല. ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിക്കുന്നത്. വികസനവും മതനിരപേക്ഷതയും ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഇന്ന് മുനീർ അടക്കമുള്ളവർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ദേശീയപാത തകർന്നു, കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KC വേണുഗോപാൽ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ, വികസനം പറഞ്ഞു തുടങ്ങിയാൽ, നിലമ്പൂരിൻ്റെ വികസനവും മലപ്പുറത്തിൻ്റെ വികസനവും UDF വന്നിട്ടല്ലേ ഉണ്ടായത് എന്ന് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം മണ്ഡലം ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമുക്ക് രണ്ടാം റൗണ്ടിൽ ആ വിഷയങ്ങളിലേക്ക് വരാം. വസീഫ്, അതിനുമുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ഷിബു മീരാനിലേക്ക് പോകണം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, വസീഫ് പറഞ്ഞതിനുള്ള മറുപടിക്കൊപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്തൊരു വാർത്ത, പാണക്കാട് കുടുംബത്തിൽ നിന്ന് സാധാരണ ഇത്തരം ഒരു കൺവെൻഷനിൽ പങ്കെടുക്കേണ്ട ആരും UDF കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. ഇതെന്തെങ്കിലും സൂചനകളാണോ അഡ്വക്കേറ്റ് ഷിബു മീരാൻ? തീർച്ചയായും അരുണിൻ്റെ ചോദ്യത്തിന് ഞാൻ നേർക്കുനേരെ തന്നെ മറുപടി പറയാം. അതിന് മുൻപ് വസീഫ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് ഒന്നിവർ ഈ സ്ഥാനാർത്ഥിയെ വല്ലാതെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളാകെ ഭയന്നു പോയി എന്ന മട്ടിലാണ്. പിന്നീട് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, ഇന്നിപ്പോൾ LDFൻ്റെ ഒരു ക്യാമ്പയിൻ മുന്നോട്ട്, പ്രധാനമായും LDF ഊന്നാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ മതനിരപേക്ഷ കേരളത്തിൻ്റെ സംരക്ഷണത്തിന് പിണറായിയെ പോലൊരു കാവലാൾ വേണം. രണ്ടാമത്തേത് കേരളത്തിൻ്റെ ഒരു വികസനം. ഈ രണ്ട് പോയിന്റുകളിലാണ് ഇവർ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ LDFും UDFും തമ്മിൽ നേർക്കുനേരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ നിലമ്പൂരിൽ നടക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ, അദ്ദേഹം നിലമ്പൂരിൽ വരുമ്പോൾ നമ്മളിന്ന് വളരെ കൃത്യമായി കാണുന്ന ഒരു ഫ്രെയിമുണ്ട്, പ്രിയപ്പെട്ട ഡോക്ടർ അരുൺകുമാർ. അതിലൊന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്, മറ്റൊന്ന് അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്ന നിലമ്പൂരിലെ വോട്ടർമാർ യഥാർത്ഥത്തിൽ അവർ ആത്മാഭിമാനത്തിന് മുറിവേറ്റൊരു ജനതയാണ്. ഈ നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. 2021 ഇതേ നിലമ്പൂരിൽ വന്ന് PV അൻവറിൻ്റെ കൈ ഉയർത്തി കാണിച്ചിട്ട് എൻ്റെ ഗവൺമെൻറ്റിൻ്റെ തുറച്ചയ്ക്കിതാ PV അൻവറിന് ഒരു വോട്ട് വേണം എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിലമ്പൂരിലെ ഏതാണ്ട് 80,000 മനുഷ്യർ PV അൻവറിന് വോട്ട് കൊടുത്തു. എന്നാൽ പിന്നീട് 2 വട്ടം കൂടി നിലമ്പൂരിന് പോളിംഗ് ബൂത്തിൽ അണിനിരക്കേണ്ടി വന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഉപതെരഞ്ഞെടുപ്പിൻ്റെയും സമയത്ത്. ആ സമയത്ത് അവർ മറ്റൊരു മാൻഡേറ്റാണ് കൊടുത്തത്, വലിയ അളവിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുത്തു. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകളിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ കൂടെ നിന്നു, മറ്റൊരു തെരഞ്ഞെടുപ്പിൽ UDFന് മേൽകൈ കൊടുത്തു. തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പേരിൽ തങ്ങളുടെ വിവേചനാധികാരം ഉപയോഗപ്പെടുത്തിയതിന് വയനാട്ടിലെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരിലെ ജനതയ്ക്ക് പേറേണ്ടി വന്ന വലിയൊരു ചാപ്പയുണ്ട്, അവർക്ക് കേൾക്കേണ്ടി വന്ന വലിയ ഒരു അധിക്ഷേപ വാക്കുണ്ട്. അത് ഉച്ചരിച്ചത് സ്വരാജിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന, ഒരുപക്ഷെ തൻ്റെ പ്രസംഗത്തിൽ നിലമ്പൂരിൻ്റെ വലിയ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ആവേശം കൊള്ളുന്ന സ്വരാജിന്റെ ഇടതുഭാഗത്ത് ഈ വിജയരാഘവൻ ഇരിപ്പുണ്ട്. തീർന്നില്ല, ആഴ്ചകൾക്ക് മുൻപാണ് അവിടെ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ കുറെ കാലമായി എന്നെ നിലമ്പൂരിലേക്ക് വിളിക്കുന്നു, ഞാൻ ഇപ്പോഴാണ് ഒരു അവസരം ഒത്തുകിട്ടിയത് എന്ന് വന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗിച്ചു പോയത്. ഈ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന മലപ്പുറത്തെ ജനങ്ങൾ ശ്വാസം മുട്ടി ജീവിക്കുന്നവരാണ്. ഇത് ഒരു പ്രത്യേക സമുദായത്തിന്റെ രാജ്യം കണക്കെയാണ്. ഈ കേരളം ഒന്നടങ്കം ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ കേരളം ആകെ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കപ്പുറത്ത് ആ മനുഷ്യൻ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അമരത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വലിയ സമ്മേളനം നടക്കുമ്പോൾ ഈ കേരളത്തിന്റെ മതനിരപേക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു. പോയി. എന്നിട്ട് എന്താ പറഞ്ഞത്? 2ാം കുമാരനാശാനാണ്, കുമാരനാശാനേക്കാൾ ഇദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നു, വലിയ കേമനാണ്, യോഗ്യനാണ് എന്ന് പറഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് വാങ്ങി കയ്യിൽ വെച്ചിട്ട് എന്താ ചെയ്തത്? പിന്നെ നേരെ പാലായ്ക്ക് പുറപ്പെട്ടു. പാലയിൽ പോയിട്ട് പറഞ്ഞു ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ വലിയ അളവിൽ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു.
ഈ പറയുന്ന ഈ ബ്രാൻഡ് സ്ഥാനാർത്ഥി ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയോ? നിലമ്പൂരിലെ ജനങ്ങൾ അതിനുകൂടി മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. മൂന്നാമത്തേത്, ഇവരിപ്പോൾ വികസനത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇപ്പോൾ LDF ഗവൺമെന്റ് ആലോചിച്ച് അവർ ആസൂത്രണം ചെയ്ത് അവർ നടപ്പാക്കാൻ ശ്രമിച്ചൊരു പദ്ധതി, വിഴിഞ്ഞത്തിൽ ഞങ്ങൾക്കുണ്ടൊരു സ്റ്റേക്ക്, ബാക്കി എല്ലാത്തിനും ഞങ്ങൾക്കുണ്ടൊരു സ്റ്റേക്ക്. LDFന്റെ സ്വന്തം പദ്ധതി എന്ന നിലക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് കേരളയിലാണ്. കേരളിനെ കുറിച്ച് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം അങ്ങനെ വാവിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ആ ഘട്ടത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത്ര തിരക്ക് പിടിച്ചെങ്ങോട്ടാണ് എന്നാണ് ചോദ്യം. ഇവന്റെ ഒക്കെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് എന്നാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത്. എന്നാൽ തൊട്ടുപുറത്തിരിക്കുന്ന വിജയരാഘവനോ തിരുവനന്തപുരത്ത് നടു റോഡിൽ CPM റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി അവിടെ 100 കണക്കിന് മനുഷ്യരെ കുരുക്കിൽപ്പെട്ട് കിടന്നു. അപ്പൊ വിജയരാഘവന്റെ ചോദ്യം, വൈകുന്നേരം ഈ കാറും സൈക്കിളൊക്കെ എടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് യുവമാരിത് എങ്ങോട്ടാ? യുവമാരുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക്. എന്നാൽ കേരളയിൽ വരുമ്പോൾ അതിവേഗമാവാം. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ സ്റ്റേജ് നടുറോഡിൽ കെട്ടിയാൽ നീയൊക്കെ അവിടെ കിടന്നോളണം എന്നാണ് CPMന്റെ ഈ മസ്കുലർ പൊളിറ്റിക്സ്. ഒരു ഭാഗത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരാളിരിക്കുന്നു. അയാൾ മതനിരപേക്ഷതയെ കുറിച്ചൊക്കെ വലിയ ഇജ്ജൊരു മനസ്സിലാവാൻ നോക്കുന്ന വെള്ളാപ്പള്ളിയോടാണ് യഥാർത്ഥത്തിൽ ആദ്യം ഈ സ്ഥാനാർത്ഥിയും അവരുടെ നേതാവ് പിണറായി വിജയനും പറയേണ്ടിരുന്നത്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ വൈരുദ്ധ്യത്തെ, ഒരു ഫ്രെയിമിലിരിക്കുന്ന ഈ രണ്ട് നിലപാടുകളെ, ഈ ഇരട്ടത്താപ്പുകളെ തുറന്നു കാണിച്ചുകൊണ്ട് നല്ല വൃത്തിയായി ഞങ്ങൾ അവിടെ ക്യാമ്പയിൻ നടത്തും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഡോക്ടർ അരുൺകുമാർ, 1000 കോടി രാവുകൾക്കപ്പുറത്ത് കാണാനിരിക്കുന്ന ഒരു പേക്കിനാവിൽ പോലും ഞങ്ങൾ നിലമ്പൂരിൽ പരാജയം സങ്കല്പിക്കുന്നു പോലുമില്ല. നാളെ പുലർക്കാലത്ത് കാണാനിരിക്കുന്ന പൂങ്കിനാവിൽ പോലും ഇടതുപക്ഷം അവിടെ വിജയം പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി അരുണിന്റെ ചോദ്യത്തിലേക്ക്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അരുൺ അറിയാലോ, ഹജ്ജിന് പോയതാണ്. അതിനൊരു തീയതിയും കണക്കൊക്കെ ഉണ്ട്, നേരത്തെ പൂർത്തിയാക്കി വരാൻ കഴിയുന്നതല്ല. സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ദുബായിലാണ്. പിന്നീട് നിങ്ങൾ പറയുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഇന്ന് ഒരു വിയോജിപ്പിന്റെയും ഭാഗമായി വിട്ടുന്നല്ല. ഈ സ്ഥാനാർത്ഥി അവിടെ പോയിരുന്നു. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവിടെ പാണക്കാട് തങ്ങളുടെ പിന്നെ അദ്ദേഹം ഖബറിടം സ്ഥാനാർത്ഥി സന്ദർശിച്ചിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, ഡോക്ടർ MK മുന്നിൽ അടക്കമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സിസ്റ്റം ഡോക്ടർ അരുൺകുമാറിന് അറിയാം. ഇവരാരും പാണക്കാട് കുടുംബത്തിന്റെ അനുവാദമില്ലാതെ അവിടേക്ക് പോകുന്നവരല്ല. അപ്പൊ ഇത്തരം വാർത്തകൾ അത് അന്തരീക്ഷത്തിൽ വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ്. പിന്നെ മുന്നണിക്കിടയിലെ തർക്കങ്ങൾ, ഇവരുടെ കൊടി ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ഈ കീറത്തുണി തൃശ്ശൂരിന് ഇപ്പുറത്തേക്കാണ് ഞാൻ കാണുന്നത്, എൻ്റെ നാട്ടിലില്ല എന്നൊരാൾ. അപ്പൊ ആ മറ്റേ പാർട്ടിയുടെ പാർട്ടി മുഖപത്രത്തിന്റെ മറുപടി, ഇവൻ കമ്മ്യൂണിസ്റ്റ് കഴുതയാണ്, എന്റെ വാക്കുകളല്ല കേട്ടോ, ജാരസന്തതിയാണ്, ഇവന്റെ തലയിൽ തക്കാളി കൃഷി നടത്തണം. ആരെക്കുറിച്ച് എപ്പോൾ പറഞ്ഞു? LDF ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം സമ്പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ് UDF. ഇനി രണ്ടുപേരും കൂടി നമ്മുടെ ഈ പാനൽ അവശേഷിക്കുന്നുണ്ട്. ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും മറ്റൊന്ന് BJP പ്രതിനിധിയുമാണ്. നിലമ്പൂരിൽ നെഞ്ചിടി പാർക്ക് എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് UDF പ്രതിനിധി, വി വസീഫ് CPM, LDF പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP പ്രതിനിധി, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സജി മഞ്ഞക്കടവിൽ എന്നിവരാണ് ചർച്ചയിൽ. BJP പ്രതിനിധിയിലേക്ക് പോയാൽ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, മത്സരം UDFും LDFും തമ്മിലാണെന്ന് UDFും LDFും തന്നെ പറയുന്നു. മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ വളരെ പെട്ടെന്ന് ഒടുവിൽ BJPക്ക് കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. BDJS പിന്മാറുന്ന സാഹചര്യത്തിൽ ഇത്തവണ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ എന്താണ് മോഹൻ ജോർജ് എന്ന കേരള കോൺഗ്രസ് ജോസഫിലെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ മുൻനിർത്തി BJP പറയാൻ ഉദ്ദേശിക്കുന്നത്? അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ആ മണ്ഡലത്തിൽ ഒരു BJP പ്രവർത്തകൻ ഇല്ലാഞ്ഞിട്ടാണോ മോഹൻ ജോർജിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? അതും പാർട്ടി അംഗത്വം എടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിത്വം നൽകി. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇതൊരു അസാധാരണ സാഹചര്യമല്ലേ? അല്ല, കോൺഗ്രസിൻ്റെ പഴയ ഉപമുഖ്യമന്ത്രിയാണ് ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി BJPയുടെ. കോൺഗ്രസിൻ്റെ പഴയ PCC പ്രസിഡൻ്റാണ് ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി. അതൊന്നൊരു വിഷയമല്ല. ആൾക്കാർ പാർട്ടി മാറുന്നു. പാലക്കാട്ട് ആരാ CPMൻ്റെ സ്ഥാനാർത്ഥി? ഞങ്ങളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമായി പാലക്കാട്ട് പോയ പോലെ അരുൺ നിലമ്പൂർ പോയാൽ ഒന്ന് അന്വേഷിക്കണം. നിലമ്പൂരിൽ നിന്ന് ഒരാൾക്ക് ഗുരുതരമായ അസുഖം ബാധിച്ചാൽ എവിടെയാണ് പോവുക? ഒന്നുകിൽ 60 കിലോമീറ്റർ അപ്പുറമുള്ള പെരിന്തൽമണ്ണയിൽ, അല്ലെ 80 കിലോമീറ്റർ അപ്പുറമുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഒരു നല്ല ആശുപത്രി നിലമ്പൂരിലില്ല. 35 വർഷം കേരള രാഷ്ട്രീയം നിയന്ത്രിച്ച ആര്യാട മുഹമ്മദ് MLA മന്ത്രിയായ മണ്ഡലമാണ്. നിലമ്പൂരിലൊരു ഗവൺമെൻറ് കോളേജുണ്ട്, അതിലൂടെ പോയി നോക്കണം. കേരളത്തിൽ ഇത്ര ഗതികെട്ട ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ല. വാടക കെട്ടിടത്തിൽ ട്യൂട്ടോറിയൽ കോളേജ് പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. പൂച്ച പ്രസവിച്ച പോലെ എല്ലാ കൊല്ലവും കെട്ടിടം മാറും. അപ്പോൾ കുട്ടികളും മാഷന്മാരും കൂടി അടുത്ത കെട്ടിടത്തിലേക്ക് പോകും. ഒരു പ്രാവശ്യം വാടക കൊടുക്കായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ പൂട്ടിയിട്ട് പോയി. ഇതാണ് ഒരവസ്ഥ. കേരളത്തിൽ എവിടെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് കോളേജ് ഇപ്പോൾ ഉണ്ടോ?
ഇപ്പം ഉണ്ടോ? ഞാൻ 35 വർഷം മുന്നേ ഞാൻ കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിൽ പഠിച്ചപ്പോൾ അന്ന് അവിടെ സ്വന്തം ബിൽഡിങ്ങാണ്. നിലമ്പൂർ ഈ മഹാരഥന്മാരൊക്കെ നിൽക്കുന്ന നിലമ്പൂരിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി പോട്ടെ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഒരു വിഭാഗമുണ്ട് നിലമ്പൂർ. ആദിവാസികൾ, ചാലിയാറിൻ്റെ അപ്പുറത്ത് കാട്ടിൽ താമസിക്കുന്ന ആദിവാസികൾ. അവരെങ്ങനെയാണ് ചാലിയാർ കിടക്കുന്നത്? ഇപ്പോഴത്തെ ചാലിയാറിൻ്റെ ഒഴുക്ക് കണ്ടാൽ തലചുറ്റും, വിരൽ വെച്ചാൽ മുറിഞ്ഞു പോവും, അത്രയ്ക്ക് ഒഴുക്കാണ്. ആ ചാലിയാറ് മുള കൊണ്ട് ചങ്ങാടം കെട്ടിയിട്ടാണ് അവർ അക്കരെ ഇക്കരയും കിടക്കുന്നത്. അവർക്കൊരു നടപ്പാലം പോലും ഇല്ല. നിലമ്പൂരിലെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിലൂടെ താങ്കളൊന്ന് പോയി നോക്കണം. ഇപ്പോൾ അങ്ങോട്ട് പോവുമല്ലോ താങ്കൾ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഫെബ്രുവരി മാർച്ച് മാസമായാൽ നിലമ്പൂരിലെ മലയോര മേഖലയിൽ കുടിവെള്ളമില്ല. ജലനിധി ഈ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പിട്ടിട്ടുണ്ട് പല സ്ഥലത്തും, പക്ഷേ വെള്ളം കിട്ടിയിട്ടില്ല. ഇനി പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന റോട്ടിലൂടെ ഒന്ന് പോകണം. വണ്ടൂർ അങ്ങാടിയുടെ 2 വശവും ഒഴിച്ചു നിർത്തിയാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. നിലമ്പൂരിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, നിലമ്പൂരിലെ ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധി, നിലമ്പൂരിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി, നിലമ്പൂരിലെ ആദിവാസികൾക്ക് പുഴ കടക്കാൻ ഒരു നടപ്പാലം പോലും ഇല്ലാത്ത അവസ്ഥ, കുടിവെള്ളമില്ലാത്ത മലയോര മേഖല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഇതൊക്കെയാണ് നിലമ്പൂർ. ഈ നിലമ്പൂരിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതേ സമയത്ത് നിങ്ങളൊന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കണം. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷൻ അമൃത ഭാരത് പദ്ധതി പ്രകാരം കൊല്ലം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും എറണാകുളം സൗത്തും നോർത്തുമൊക്കെ പുനർനിർമ്മിക്കുന്ന അതേ മാതൃകയിൽ നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കുക. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ ഇലക്ട്രിഫൈ ചെയ്തു. 2ാം മോഡി സർക്കാർ ഇലക്ട്രിഫൈ ചെയ്തു. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം കാലാകാലം കേട്ട ഒരാവശ്യമാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത. എത്ര കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു? 55 കൊല്ലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ഇന്നിപ്പോൾ അതിൻ്റെ സർവേ ഈ മോഡി സർക്കാർ പൂർത്തിയാക്കാൻ പോവുകയാണ്. 3ാം മോഡി സർക്കാർ എഴുതുന്നതിന് മുമ്പ് നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോട്ടിലേക്ക് തീവണ്ടി ഓടും, ഒരു സംശയവും വേണ്ട. കാരണം സർവേ പൂർത്തിയാക്കി അടുത്ത ബഡ്ജറ്റിൽ അലോക്കേഷൻ ഉണ്ടാവും, പണി തുടങ്ങും. ഇതാണ് അവസ്ഥ. നിലമ്പൂരിലെ ആയിരക്കണക്കിന് കൃഷിക്കാർ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട്. നിലമ്പൂരിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. നിലമ്പൂരിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം കഴിഞ്ഞ 5 വർഷമായി സൗജന്യ റേഷൻ 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പും പയറുവർഗ്ഗങ്ങളും കിട്ടുന്നുണ്ട്. നിലമ്പൂരിലെ 100 കണക്കിന് അമ്മമാർക്ക് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആദ്യ പ്രസവത്തിൽ 5000 രൂപയും 2ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും 5000 രൂപയും കിട്ടിയിട്ടുണ്ട്. നിലമ്പൂരിൽ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 16 എണ്ണം അനുവദിച്ചു വയനാട് ലോകസഭയിലേക്ക്. 16 എണ്ണം, അതിൽ 8 എണ്ണവും നിലമ്പൂരാണ് കൊടുത്തത്. ഞങ്ങൾ ഇതാണ് പറയാൻ പോകുന്നത്. ഇത് മാത്രമാണ് നിലമ്പൂർ പറയേണ്ടത്. അത് വികസന വിഷയങ്ങളായിരിക്കും BJP ഫോക്കസ് ചെയ്യുക. പക്ഷേ അതിന് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് നിങ്ങൾ എത്തിയത് എന്തിനാണ്? VP ശ്രീ പത്മനാഭൻ. അല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് മറ്റു പാർട്ടികളിൽ നിന്നും ആളുകൾ, നേതാക്കന്മാർ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി BJP ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് ബിശ്വ ശർമ്മ, അദ്ദേഹം വരാൻ കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന് പകുതി ടേം, അതായത് തരുൺ ഗൊഗോയുടെ പകുതി ടേം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തില്ല. അദ്ദേഹം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് രാജിവെച്ച് BJPയിൽ വന്നത്. ഞങ്ങൾ അയാളെ സ്വീകരിച്ചു, അയാൾ ഉപമുഖ്യമന്ത്രിയാക്കി, ഇപ്പം മുഖ്യമന്ത്രിയാക്കി. അയാളുള്ളത് കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റി. ഇന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ല. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെയും അധികാരത്തിലില്ല. പക്ഷേ നിങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒക്കെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നിട്ട് മോഹൻ ജോർജിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? അതും നിങ്ങളുടെ പാർട്ടി അംഗമല്ലാത്ത മോഹൻ ജോർജിന് ആ സ്ഥാനാർത്ഥിത്വം നൽകുക വഴി നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് പുറത്തു കൊടുത്തിരിക്കുന്ന സന്ദേശം. ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. BDJസിനോട് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആവശ്യപ്പെട്ടു. BDJS ആ സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ BJPയിലെ ഏതെങ്കിലും ഒരു ഫേസ് ആവണ്ടേ? ഒരു ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത്, മറുഭാഗത്ത് PV അൻവർ, M സ്വരാജ്, ഇവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഫേസിനെ നിങ്ങൾ അവതരിപ്പിക്കാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. പാർട്ടി അംഗത്തെ പോലും അല്ലല്ലോ നിങ്ങൾ മത്സരിപ്പിക്കുന്നത്. ഈ മോഹൻ ജോർജിൻ്റെ വീട്ടിലായിരുന്നു പണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതൊരു വലിയ ഫാമിലിയാണ് അവിടുത്തെ. അവിടെ പോയി കാണും അവരെ ആദ്യമായിട്ട്. ആ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ലേ,
അവിടെ വലിയ സ്വാധീനമുള്ള മാർത്തോമ വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ സ്വാധീനമുള്ള, ആ സഭയിൽ വലിയ സ്വാധീനമുള്ള, പക്ഷേ തോമസ് മാസ്റ്ററെ കണ്ട് തോമസ് മാസ്റ്ററോട് സ്ഥാനാർത്ഥിയാകാമോ എന്ന് ചോദിച്ചപ്പോൾ തോമസ് മാസ്റ്റർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ തോമസ് മാസ്റ്ററിന്റെ സുഹൃത്തായ മോഹൻ ജോർജിനെ പിടിച്ചു. അതല്ലേ വാസ്തവം? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ പുക കാണാൻ വേണ്ടി നടക്കുന്ന ആളാണ്. ആ മനുഷ്യൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ ശേഷം ഇന്ത്യയിൽ എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? പോട്ടെ, അവരൊക്കെ താമസിക്കുന്ന, ഞാൻ ഒരൊറ്റ സംഭവം പറയാം. രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന ബൂത്തിൽ കോൺഗ്രസിന് എത്രയാ വോട്ട്? ഒന്ന് പറയോ? 45 വോട്ടാ. ഈ KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി ആയതിനു ശേഷമാണ് 400 സീറ്റ് കടക്കുമെന്ന BJPയുടെ മോഹത്തെ പിടിച്ചു കെട്ടിയത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്ക് പാർലമെന്റിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടായത്. നമ്മുടെ ഭരണഘടന സുരക്ഷിതമായിരിക്കുന്നത് എന്ന് കോൺഗ്രസ് ശ്രീ പത്മനാഭൻ. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡയറക്റ്റ് ഉത്തരം തന്നിട്ടില്ല. ഇത്രയും ഗൗരവമേറിയ വികസിത വിഷയങ്ങളാണ് BJP ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല? പകരം പുറം ലോകത്തിനധികം അറിയാത്ത, BJPയുടെ ഒരു ഫോറങ്ങളിലും കണ്ടിട്ടില്ലാത്ത സമുദായമാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചർച്ച ഉദ്ദേശിക്കുന്നത് വികസനമല്ല, സമുദായമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ജാതിക്കും മതത്തിനും ശരി, നമുക്ക് അടുത്ത വിശദമായി ചർച്ച ചെയ്യാം. സമുദായമാണ് നിങ്ങൾ ചർച്ച ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റിലേക്ക് താങ്ക് യു VP താങ്കൾ എത്തിയത്. സമുദായമാണ് വിഷയം. അതാണ് നിങ്ങൾ മോഹൻ ജോർജിനെ നിർത്തിയത്. അതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. അടവുതന്ത്രങ്ങൾ എന്താണ് ഞാൻ തിരിച്ചു വരാം. അത് വികസനമാണ് വിഷയമെങ്കിൽ നിങ്ങൾ നിർത്തുന്നത് മോഹൻ ജോർജിനെയല്ല. വികസനമാണ് വിഷയമെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുന്നത് ആ മണ്ഡലത്തിൽ ഫേസ് വാല്യൂ ഉള്ള നേതാവിനെ ആയിരിക്കും. പക്ഷേ മണ്ഡലത്തിൽ ഫേസ് വാല്യൂ ഇല്ലാത്തൊരു നേതാവിനെ, ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ട് നിങ്ങൾ നിർത്തുന്നത് ആ വോട്ടുകൾ വിഘടിപ്പിക്കാനാണ്. ഞാൻ വരാം ശ്രീ പത്മനാഭൻ അങ്ങയിലേക്ക്. സജി മഞ്ഞക്കടമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജി മഞ്ഞക്കടമ്പിൽ, ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞ് VV പ്രകാശിന്റെ വീട്ടിലേക്കാണ് PV അൻവർ പോയത്. പക്ഷെ അതിനുശേഷം VV പ്രകാശിന്റെ കുടുംബം മാധ്യമങ്ങളെ കണ്ടു പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ് എന്നാണ്. ആദ്യ നീക്കം തന്നെ പാളിയോ ശ്രീ സജി മഞ്ഞക്കടമ്പിൽ? എങ്ങനെ പാളും? ഒരിക്കലും പാളിയിട്ടില്ല. അവിടെ വോട്ട് അവരാർക്കും ചെയ്യട്ടെ. ആ VV പ്രകാശിനെ, എൻ്റെ കുടുംബത്തെ കണ്ട് അവരോട് ക്ഷേമം അന്വേഷിക്കാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനും അദ്ദേഹം ചെന്നു. അവർ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടാനൊക്കെ ഇല്ലല്ലോ. അവരുടെ വോട്ട് അവർക്ക് പരസ്യപ്പെടുത്താനും പറ്റില്ല. കോൺഗ്രസിന് എപ്പോൾ എന്നൊക്കെ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെ സംഭവിക്കാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ആര്യാടൻ ഷൗക്കത്ത് ആണ് VV പ്രകാശിനെ പരാജയപ്പെടുത്തിയതെന്ന് അവരുടെ കുടുംബത്തിന് വളരെ ബോധ്യമുണ്ട്. അവർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവർ PV അൻവർ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. അവർക്ക് സ്വാഭാവികമായും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ, കഴിഞ്ഞ തവണ മത്സരിച്ച നേതാവിൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങൾ കോൺഗ്രസ് തന്നെ എന്ന് പറയാനേ സാധിക്കൂ. എന്തുമാകട്ടെ, ഇനി അവർ വോട്ട് ചെയ്താൽ ചെയ്യണ്ട, ചെയ്തില്ല ചെയ്യണ്ട, ഞങ്ങൾക്ക് അതിനൊരു പരിഭവവുമില്ല. അതുകൊണ്ട് അവിടെ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇന്ന് നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ചെന്നത്. വലിയ പ്രഗത്ഭരായ ആളുകളില്ല, വലിയ മുതലാളിമാരില്ല, സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമൊക്കെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പരിപാടി. ഇന്നലെ വൈകിട്ടാണ് അത് തീരുമാനിച്ചത്. ഇന്ന് ഇത്രയും മനോഹരമായി അവിടെ ആ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റി. അവിടെ എത്തിയ ചില മാധ്യമ സുഹൃത്തുക്കൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു, സജി, PV അൻവറിൻ്റെ ഇന്നത്തെ ആ നോമിനേഷൻ പ്രോഗ്രാം ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇത്രയും ശക്തമായ രീതിയിൽ നല്ല ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ ഇത്ര പെട്ടെന്ന് സാധിച്ചെങ്കിൽ ശ്രീ PV അൻവർ വരും ദിവസങ്ങളിലെ പ്രചരണത്തിൽ അദ്ദേഹം ഇവിടെ ഒന്നാമതായി വിജയിച്ചു വരുമെന്നാണ് ഇന്ന് ഇവിടെ ചില പ്രധാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നേരിട്ട് എന്നോട് പറഞ്ഞത്. പക്ഷേ അവർക്ക് മാധ്യമങ്ങളുടെ അത് അറിയിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ചോദ്യം ഇതാണ്, ഒരുപക്ഷെ നിലമ്പൂരിലെ വോട്ടർമാർ വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് ആർക്കെതിരെയുള്ള വോട്ടാണ്? പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണോ, അതല്ല പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള? അത് കേരളത്തിലെ അല്ല പറയാം, അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണവും അഴിമതിക്കുമെതിരെ പ്രതിഷേധിച്ചാണ് പ്രിയപ്പെട്ട ശ്രീ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിറങ്ങി വന്നത്. എന്തിനു വേണ്ടി? ആ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുഖം വലിച്ച് കീറി, അല്ലെങ്കിൽ അവരുടെ കപടമുഖം തുറന്നു കാട്ടാനാണ് ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ UDF ശക്തിപ്പെടുത്താനും കൂടിയാണ് അദ്ദേഹം ഇറങ്ങിയത്. UDF പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ എന്താണ് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചത്? നിങ്ങൾ ഓർക്കണം, പ്രിയപ്പെട്ട K കരുണാകരൻ, അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച MV രാഘവൻ, ആ MV രാഘവനെ CPM ആക്രമിച്ചു പുറത്താക്കിയപ്പോൾ
ആ എം വി രാഘവനെ കൈപിടിച്ചു കൊണ്ടുവന്ന് കൂടെ നിർത്തി അദ്ദേഹത്തിന്റെ UDF നേതാവാക്കി മത്സരിപ്പിച്ചു, വിജയിപ്പിച്ചു, മന്ത്രിയാക്കി. കേരളത്തിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു നേതാവായി പ്രിയപ്പെട്ട എം വി രാഘവനെ കേരളത്തിൽ കൈപിടിച്ചു വളർത്തിയെങ്കിൽ അത് അന്നത്തെ പ്രഗത്ഭനായ ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ വലിയ നേതാവിന്റെ ആ ഒരു വലിയ ബുദ്ധിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ UDF നയിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്ന PV അൻവറിനെ എന്ത് വിശ്വാസത്തിലാണ് UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ട UDF ചെയർമാൻ അതല്ലേ ചെയ്യാൻ കഴിയൂ? പ്ലീസ്, ഞാൻ പറയട്ടെ. UDF അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തെ കൊണ്ട് അപേക്ഷ എഴുതിപ്പിച്ചു, അപേക്ഷ കൊടുത്തു. അപേക്ഷയിന്മേൽ UDF ചർച്ച നടത്തി ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനമെടുത്തു. പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി അസോസിയേറ്റ് മെമ്പറാക്കാൻ. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ആ പ്രതിപക്ഷ നേതാവ് അത് പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം മറന്നുപോയതാണോ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്താ ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഫോണിൽ പോലും പറയുകയോ ചെയ്യാതെ ഇതാ ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എങ്കിലും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വിളിച്ചു പറയണമായിരുന്നല്ലോ, നിങ്ങളെ അസോസിയേറ്റ് മെമ്പർ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കണം എന്നെങ്കിലും ഒരു വാക്കെങ്കിലും പറയണമായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ അപമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു UDF പുറത്തു നിൽക്കുന്ന അദ്ദേഹത്തിന് UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുന്നതിന് ആരുടെയും അനുവാദം വേണോ? വേണ്ട. അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ തന്റെ ബിസിനസ് ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിന്ന ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിവിരോധമല്ലേ ഇപ്പോൾ PV അൻവറിന് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്? അതല്ലെങ്കിൽ UDF ചേർന്ന് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകി പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായ UDF മുൻനിരയിൽ ഉണ്ടാകേണ്ടയാളല്ലേ PV അൻവർ എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചത്? ഇങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ലല്ലോ. MLA സ്ഥാനം രാജിവെക്കുക, വീണ്ടും അതേ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുക. നിയമസഭയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇടം കൊടുത്തതല്ലേ? ഒരു സ്വന്തം എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാമായിരുന്നില്ലേ? അടുത്ത 10 മാസത്തേക്ക് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആളായിരുന്നില്ലേ PV അൻവർ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വാര്യംകുന്നത്തെ ഹാജിയുടെയും ആ വാര്യംകുന്നത്തെ ഹാജിയെ പിന്നിൽ നിന്ന് ചതിച്ചയാളുടെയും രാമനാഥ വാര്യരുടെയും നാടാണിത് എന്ന് പറഞ്ഞത് PV അൻവറിനെ കുറിച്ചാണ്. PV അൻവർ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ചതിക്ക് വിധേയരായ വോട്ടർമാരെ നിങ്ങൾ തിരിച്ചറിയുമെന്നാണ്. PV അൻവറാണോ ചതിച്ചത്? അല്ല, ഒരു PV അൻവറും ചതിച്ചിട്ടില്ല. PV അൻവർ ഇവിടുത്തെ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ MLA ആയിരുന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താ ഈ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യമൃഗ ആക്രമണം. അതിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. മാത്രമല്ല ഇവിടുത്തെ അഴിമതി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ നടത്തുന്ന അഴിമതി ചൂണ്ടിക്കാണിച്ചു. ഇതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയാതെ വന്നപ്പോൾ അദ്ദേഹം LDF അകത്ത് പ്രതിഷേധിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. പുറത്തിറങ്ങി അദ്ദേഹം പ്രതിഷേധിച്ചതിന് വേണ്ടിയാ ആ CPM കെടുകാര്യസ്ഥ അല്ലെങ്കിൽ തെറ്റായ നയങ്ങൾ തിരുത്തിക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാൻ ഇറങ്ങി വന്ന UDF കടന്നു വന്ന പ്രിയപ്പെട്ട PV അൻവറിനെ അപമാനിച്ച കേരളത്തിലെ UDF നേതൃത്വത്തിനെതിരെ കൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഇവിടെ സംഭവിക്കാൻ വോട്ട് കൊടുക്കണം. PV അൻവർ ഏതു ഘട്ടത്തിൽ എന്തു പറഞ്ഞതിനെ വിശ്വസിച്ചാണ് കൊടുക്കുന്നത്? അതായത് ജനുവരി മാസത്തിന് മുമ്പ് ഈ PV അൻവർ ഈ കലാപം മുമ്പ് പിതൃതുല്യനായ പിണറായിക്കൊപ്പമായിരുന്നു. കലാപം തുടങ്ങിക്കഴിഞ്ഞാൽ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്, UDF നിന്ന പോരാട്ടമാണ്, ഇപ്പോൾ UDF-നെതിരെയുമാണ്. അപ്പോൾ എന്ത് വിശ്വാസത്തിലാണ് വോട്ട് കൊടുക്കേണ്ടത് PV അൻവറിന്? എന്ത് രാഷ്ട്രീയ അരുൺകുമാർ പറയട്ടെ. UDF അദ്ദേഹത്തെ ഉൾക്കൊണ്ടില്ല. UDF അദ്ദേഹത്തെ തീർക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ പെരുവഴിയിൽ നടത്തിച്ചു, അപേക്ഷ കൊടുപ്പിച്ചു. മാത്രമല്ല എല്ലാ നേതാക്കന്മാരെയും അടുത്തുപോയി കാലുപിടിപ്പിച്ചതിന് ശേഷവും ഉൾപ്പെടുത്താതിരുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം അല്ലെങ്കിൽ PV അൻവറിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചേലക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്ര അഹങ്കാരത്തോട് പറഞ്ഞു, PV അൻവർ പോയി പണി നോക്കാനാ പറഞ്ഞത്. അങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ PV അൻവറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എത്ര മോശമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും സൗമ്യമായി സംസാരിക്കുന്ന, സൗമ്യമായി പെരുമാറുന്ന ഒരാളായിരിക്കണം. അത് കേരളത്തിൽ ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നലെ എന്താ പറഞ്ഞത്?
അവിടുത്തെ ഘടകകക്ഷികളൊക്കെ എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇന്ന് കേരളത്തിലെ UDF ആകമാനം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ആരൊക്കെയാ? 2-3 പേർ ചേർന്ന് നയിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, അവർക്കൊക്കെ ഈ സീറ്റ് അല്ലെങ്കിൽ UDFന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബഹുമാനപ്പെട്ട AK ആന്റണിക്ക് ബന്ധമുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ? K സുധാകരന് റോളുണ്ടോ? K മുരളീധരൻ റോളുണ്ടോ? MM ഹസൻ റോളുണ്ടോ? ബെന്നി ബെഹനാൻ റോളുണ്ടോ? ഇങ്ങനെയുള്ള സീനിയർ നേതാക്കന്മാരോടൊന്നും ആലോചിക്കാതെ, ഒന്നും പറയാതെ 2-3 പേർ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ അവിടെ നടക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നത്തെ പ്രതിപക്ഷ ഉപനേതാവായിരിക്കുന്ന പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാർ, മഹാനായ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയും. PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ചേർന്ന് അയച്ച UDF എത്ര മനോഹരമായി പോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇവിടെ UDFൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പറയട്ടെ, പ്രിയപ്പെട്ട KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചു കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. അങ്ങനെ നല്ല അല്ലെങ്കിൽ പക്വതയുള്ള നേതൃത്വം ഒന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ചില അമൂൽ ബോയ്കളെ മാത്രം വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും നിയന്ത്രിക്കാമെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ സ്വരാജ് വിജയിച്ചാൽ അത് PV അൻവറിന്റെ രാഷ്ട്രീയ പരാജയമാവില്ലേ? ഇനി മറിച്ച് ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ അത് PV അൻവറിന്റെ വ്യക്തിപരമായ പരാജയവുമാവില്ലേ സജി മഞ്ഞക്കടമ്പിൽ? ഒരിക്കലും നിങ്ങൾ സംശയിക്കേണ്ട. ഇന്ന് നിങ്ങളുടെ ബ്രോഷറിൽ തന്നെ കാണിച്ചിരിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നി. ഒന്നാമത് കാണിച്ചിരിക്കുന്ന പടം ആരുടെയാ? ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി PV അൻവറിന്റെയാ. 2-3 വേണ്ടിയുള്ള 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയാണ് UDF മത്സരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ സംശയിക്കേണ്ട. ഇവിടെ PV അൻവർ ഇവിടെ ചരിത്ര വിജയം നേടിയിരിക്കും, അത്ഭുതം സൃഷ്ടിച്ചിരിക്കും. നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ, കർഷക തൊഴിലാളികൾ അത് VV പ്രകാശിന്റെ വീട്ടിൽ നിന്നാണ്. അവിടെ കുടുംബം കോൺഗ്രസിനോടൊപ്പമാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയുന്നു. അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ ബാലറ്റ് പേപ്പറിൽ അവർ കുത്തുമ്പോൾ അവർ വോട്ട് ചെയ്തുകൊള്ളും. കഴിഞ്ഞ തവണ VV പ്രകാശിനെ മറുപടി പറയാൻ ചിലതുണ്ട്. ഇവരാണ് ചർച്ചയിൽ നമുക്കൊപ്പമുള്ളത്. വി വസിഫ്, നേരത്തെ ഷിബു മീരാൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, അൻവർ ഫാക്ടറും UDFിലെ പടലപ്പിണക്കങ്ങളും അവിടെ നിൽക്കട്ടെ. അതിലൊന്ന് വികസന കേരളം, നവകേരള വികസനത്തിന് ഒരു വോട്ട്, തുടർച്ചയ്ക്കൊരു വോട്ട് എന്നതാണെങ്കിൽ എണ്ണമിട്ട് പറയുന്നു. എങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പുണ്ടായത്? എങ്ങനെയാണ് ഈ കേരളത്തെ നിങ്ങൾ ധനപ്രതിസന്ധിയിലാക്കിയത്? ഇന്നത്തെ UDF കൺവെൻഷനിലും അതാണ് സംസാരിച്ചത്. രണ്ടാമത്തതും വളരെ പ്രസക്തമാണ്. മലപ്പുറം പോലൊരു മണ്ഡലത്തിൽ മലപ്പുറം പോലൊരു ജില്ലയെ വന്ന് അപമാനിച്ച വെള്ളാപ്പള്ളി നടേശന് മറുപടി കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത LDF സ്ഥാനാർത്ഥി എന്തു മതനിരപേക്ഷ സന്ദേശമാണ് മണ്ഡലത്തിന് നൽകുന്നത്? പ്രസക്തമായ ചോദ്യമാണ്. വി വസിഫ്. മലബാർ കലാപത്തെ ഞാൻ വസിഫ് മറുപടി പറഞ്ഞ് ഞാൻ അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യ സമരമായി അരുൺ, ഇവിടെ മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി കാണണം എന്ന് എല്ലാ കാലവും പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPM ആണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ അന്ന് അതിനെയെല്ലാം മാപ്പിള ലഹളയായി കാണാനാണ് ഇവിടെ വേറെ പലർക്കും താല്പര്യമുണ്ടായിരുന്നത്. 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് സഖാവ് EMSന്റെ കാലത്താണ്. അന്ന് ഈ കോൺഗ്രസ്സുകാർ മിനി പാകിസ്ഥാൻ ആകും എന്ന് പറഞ്ഞ് ഇതിനെതിരെ സമരവും പോരാട്ടവും നയിച്ചവരാ ഇവിടെ. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. ഈ ആലി മുസ്ലിയാരുടെയും മാധവൻ നായരുടെയും സ്മാരകമുണ്ടാക്കാൻ ഒരു ലീഗും വന്നിട്ടില്ല. ശിവദാസ മേനോനാണ് അതിന് തറക്കല്ലിട്ടത്. ആലി മുസ്ലിയാരുടെ സ്മാരകത്തിന്, മാധവൻ നായരുടെ സ്മാരകത്തിന് തറക്കല്ലിട്ടത് പാലോളി മുഹമ്മദ് കുട്ടിയാണ്. ഇങ്ങനെ നോക്കിയാൽ മലപ്പുറം ജില്ലയെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന കേന്ദ്രമായി മാറ്റുന്നതിന് മലപ്പുറത്തിൻ്റെ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിനെ പഠിപ്പിക്കാൻ, ഈ നാടിന് പരിചയപ്പെടുത്താൻ മുൻകൈയെടുത്ത ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ്, CPIM ആണ്. അതാരും വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് കൊണ്ടൊന്നും ഇല്ലാതെയാകുന്നതല്ല. ഇവർ ബോധപൂർവം ശ്രമിക്കുന്നത്, മുസ്ലിം ലീഗും മറ്റു ചിലരും ശ്രമിക്കുന്നത്, ഇവരാണ് മലപ്പുറത്തിൻ്റെ ഒരു ചാമ്പ്യന്മാർ എന്ന് ശ്രമിക്കുക. ഒരു നാണവുമില്ലാതെ പച്ചക്കൊടി താഴ്ത്തി വെച്ച് അരയിൽ തീരിട്ട് പ്രകടനത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതിന് നിന്ന് കൊടുത്തവരായി ഇവർ. അത്ര പോലും മുസ്ലിം ലീഗിനെയും പച്ചയെയും മലപ്പുറത്തെയും അധിക്ഷേപിച്ചവരായി ഇവർ.
ഇവിടെ ഈ മലപ്പുറം ജില്ലയുടെ ഭാഗമാണ് ഈ നിലമ്പൂർ. എന്തിനാണ് മലപ്പുറം ജില്ലയുടെ ഭാഗമായി വയനാട് ലോകസഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇവിടെ അവരുടെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന സമയത്ത് മലപ്പുറത്ത് കൺവെൻഷൻ എന്നില്ല, മലപ്പുറം ജില്ലയിലെ കൺവെൻഷൻ എന്നില്ല. തിരുവമ്പാടി കോഴിക്കോടിന്റെ ഭാഗമാണ്, കോഴിക്കോട് കൺവെൻഷൻ എന്നുണ്ട്. അവിടെ വണ്ടൂരാണ് കൺവെൻഷൻ, മലപ്പുറം ഇല്ല. അങ്ങനെ പോലും പേരുകൊണ്ട് പോലും ഇവരുടെ ദേശീയ നേതാക്കൾ പോലും മലപ്പുറത്തെ പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മലപ്പുറം എന്തോ മോശപ്പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പിന്തുണ കൊടുക്കുന്നവരായി നിൽക്കുന്നവരായി ഇവര്. എന്നിട്ട് അതിന് ഏറാൻമൂളികളെ പോലെ മൂളിക്കൊടുക്കുന്നവരായി ഇവര്. അല്ല ഞാൻ പറഞ്ഞോട്ടെ അതാ ഞാൻ വർഗീയചേരിയുടെ വിജയമാണെന്ന് പറഞ്ഞത് വിജയരാഘവനാണ്. അല്ല, അവിടുത്തെ അതാ ഞാൻ പറയുന്നത് ഇവര് വോട്ടിന് വേണ്ടി വർഗീയത ഉപയോഗപ്പെടുത്തും. ഇന്ന് KC വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ എന്താ കാണേണ്ടത്? ബോധപൂർവമായ ധ്രുവീകരണം ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ ബോധപൂർവമായി ഈ മതസംഘടനകളെ ആകെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മറ്റ് സംഘടനകളുടെ എല്ലാം നേതൃത്വം ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ നിർത്തുക. ഞങ്ങളല്ലല്ലോ, ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിട്ടില്ലേ, ലക്ഷണമൊത്ത വർഗീയവാദിയാണ് സാക്ഷാൽ ET മുഹമ്മദ് ബഷീർ എന്ന്. എൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ പ്ലേ ചെയ്യോ? ലക്ഷണമൊത്ത വർഗീയവാദിയാണ് ET മുഹമ്മദ് ബഷീർ എന്ന്. ആരാ ET മുഹമ്മദ് ബഷീർ? ഇവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും MP-യുമാണ്. പറഞ്ഞതാരാ? ആര്യാടൻ മുഹമ്മദാ, ഈ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാ. ഈ മലപ്പുറത്ത് നിന്നാ പറഞ്ഞത്. അന്നൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. CPM-കാരുടെ സ്റ്റേറ്റ്മെന്റുകളിലെ ഏതെങ്കിലും കഷ്ണങ്ങൾ എടുത്ത് വളച്ചൊടുക്കാൻ കാണിക്കുന്ന ഈ താല്പര്യമുണ്ടല്ലോ, ആ താല്പര്യമാണ് ഈ നാട് പരിശോധിക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ നുണയുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ നോക്കുക, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി എന്ന മുന്നണി ഒരു തമാശയായി മാറിയില്ലേ? രാവിലെ പോയിട്ട് വെല്ലുവിളിക്കും, രാത്രി എന്നിട്ട് ഏജന്റിനെ പറഞ്ഞേക്കും കാല് പിടിച്ച് മാപ്പ് പറയാൻ, അയ്യോ ഞങ്ങളെ സഹായിക്കണേ എന്ന്. ഇല്ലേ, പാലക്കാട് തെരഞ്ഞെടുപ്പിനും ഇവരിങ്ങനെ പോയി സഹായം ചോദിച്ചു എന്നാ പറയുന്നത്. എന്നിട്ട് പകല് വന്നിട്ട് വീണ്ടും വെല്ലുവിളി. അപ്പോ തന്നെ ഒരു സഖ്യകക്ഷി പറയും, അല്ല നമുക്കിത് പറഞ്ഞു തീർക്കണം. ഒരാൾ പറയും ഇതൊരു അടഞ്ഞ വാതിലാണ്, ഇനി തുറക്കില്ല. മറ്റൊരാൾ പറയും അല്ല ഞങ്ങൾ അല്പം തുറക്കും എന്ന്. എന്ത് മുന്നണിയായത്? ഈ മുന്നണിയുടെ പേരാണോ ഐക്യ ജനാധിപത്യ മുന്നണി? എന്നിട്ട് ഇവര് ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വരിക. ഞങ്ങൾ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചവരാ. നിങ്ങൾ വികസനത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായിരുന്നല്ലോ അരുണേ. ഇവിടെ നമുക്കറിയാം ഇന്ന് പ്രവേശനോത്സവം നടക്കുക. സജിയിലേക്ക് ഒന്ന് പോകട്ടെ, കാരണം സജിക്ക് അല്പസമയത്തുള്ളിൽ പോകേണ്ടത്. അതിനുമുമ്പ് എനിക്ക് വസീഫിനോടൊരു ചോദ്യമുണ്ട്. PV അന്നൂറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ PV ക്യാമ്പയിനിൽ പൂർണ്ണമായും അവഗണിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്നോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ ഒരു MLA ഉണ്ടാകണം, ഇടതുപക്ഷത്തിന്റെ ഭാഗമായ ഒരു MLA ഉണ്ടാകണം. ഭരണകക്ഷിയുടെ പിന്തുണ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വികസന പൂർത്തീകരണത്തിന് ഒരു സമയം കിട്ടൂ. ഞങ്ങൾ അതാ നോക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, നേരത്തെ ഞങ്ങൾ കരുതി വെച്ചതും ഞങ്ങൾ പ്രതീക്ഷിച്ചതുമെല്ലാം ഇവരെല്ലാം കൂടി ഒരുമിച്ച് തന്നെ വരും എന്നുള്ളതാ. ഒരു മടവിൽ സഖ്യത്തെയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വരിക എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ ഞങ്ങൾ മറികടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇറങ്ങിപ്പോയോ അന്ന് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ചു. അതാണ് CPM-ന്റെ റീഡിംഗ്. അതുകൊണ്ട് PV അൻവർ പറയുന്നതിനൊന്നും ഇനി മറുപടി പറയാൻ CPM ഇല്ല, UDF ഇല്ല എന്നാണ്. അങ്ങനെ PV അൻവർ പറയുന്നതിനൊന്നും മറുപടി ഇല്ലാതെ അനാഥമായി പോകുമോ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിൽ? അല്ല, എനിക്ക് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനത് മറുപടി പറയാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ സജി പറയാം. കേൾക്കുന്നില്ല. കേൾക്കാം സജി, ഞങ്ങൾക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ PV അൻവർ എന്തുകൊണ്ട് വിജയിക്കും എന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട്ട് തങ്ങൾ കുടുംബത്തെ അപമാനിച്ച ആളാണ്. 1. 2, ഇവിടെ കത്തോലിക്ക പള്ളിയുടെ ശവക്കല്ലറ പൊളിക്കാൻ പോയി ഈ സമരം ചെയ്ത ആളാണ്. അത് മനസ്സിലാക്കണം. ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല. അതിലെല്ലാം ഉപരി
ഇന്ന് UDF-ന്റെ കാരണവർ എന്ന് വിശേഷിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ UDF-ലെ വിഷയം പരിഹരിച്ചുകൊണ്ട് അൻവറിനെ വിഷയം പരിഹരിക്കണം, അൻവറിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കാരത്തോടുകൂടി ധിക്കരിച്ച ഒരു സംഭവവികാസം ഇന്ന് UDF-ലുണ്ട്. അതും ജനങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്? അൻവർ കൂടി പിന്തുണച്ചാലും ഷൗക്കത്ത് വിജയിക്കില്ല എന്ന് 100% ബോധ്യത്തിലാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ ഇവിടെ പിണറായി വിജയിക്കാതിരിക്കാനാണ് അൻവർ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ LDF സ്ഥാനാർത്ഥി എത്ര പ്രഗത്ഭനാ. കഴിഞ്ഞ ശബരിമല സീസണിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ വലിയ സമരം നടത്തിയ ആളാ അദ്ദേഹം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ ദുർഭരണം, ഇടതുപക്ഷത്തിന് 9 വർഷ ദുർഭരണം, വിലക്കയറ്റം, അഴിമതി, നമ്മൾ ഹൈവേ എല്ലാം കണ്ടു. വരുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക്കുന്ന പക്ഷത്തിന് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഇന്ന് വിമുഖത കാട്ടുന്ന സമയത്ത് അതുകൊണ്ട് ഇവിടെ PV അൻവർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇവിടെ നിലമ്പൂരിന്റെ സുൽത്താനായി വീണ്ടും വിജയിക്കുമെന്ന് ഒരിക്കൽ കൂടി കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുമായ നിഷ്പക്ഷമതികളുടെ വോട്ട് ലഭിക്കും, യാതൊരു സംശയവുമില്ല. രണ്ടു വിഭാഗത്തിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ പോലും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. വേണ്ട, ഞങ്ങൾക്ക് കേഡറൊന്നും വേണ്ട. ഞങ്ങൾക്ക് CPM-ന് കോൺഗ്രസിന്റെയും കേഡറൊന്നും വേണ്ട. കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് മതി. ശരി, അത് ഞങ്ങൾക്ക് ലഭിക്കും. നിലമ്പൂരിൽ നെഞ്ചിടി പാർക്ക് എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് പ്രതിനിധി, CPM പ്രതിനിധി V. വസിഫ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സജി മഞ്ഞക്കടം എന്നിവരാണ് ചർച്ചയിൽ. ഞാൻ ഷിബു മീരാനിലേക്ക് വളരെ വേഗം വരാം. നേരത്തെ V. വസിഫ് പറയുകയായിരുന്നു CPM-ന് മലപ്പുറത്തോടുള്ള ഇഷ്ടവും സ്നേഹവും രാഷ്ട്രീയ ഉത്തരവാദിത്വവും ലീഗ് ബോധിപ്പിക്കേണ്ടതില്ല. മലപ്പുറം ജില്ലയുടെ രൂപീകരണം മുതൽ ഇങ്ങോട്ട് മലപ്പുറവും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ പ്രതിരോധിച്ച ചരിത്രം എടുത്തുകാട്ടിയാണ് വസിഫിന്റെ പ്രതിരോധം. എങ്ങനെയാണ് അതിനെ നേരിടുക? ഒരു വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ഉപയോഗിച്ചുകൊണ്ട്. നമ്പർ 2, വികസന രാഷ്ട്രീയത്തിലടക്കം കഴിഞ്ഞ 9 വർഷക്കാലത്തിലെ വികസനവും 34 വർഷത്തിന്റെ ആര്യാടൻ മുഹമ്മദിന്റെ വികസനവും താരതമ്യം ചെയ്താൽ പെട്ടുപോവില്ലേ ഷിബു മീരാൻ? രണ്ടിനും ഞാൻ വളരെ പെട്ടെന്ന് മറുപടിയാണ് ഡോക്ടർ. മലപ്പുറത്തിൻ്റെ ഈ ഒരു വലിയ ചരിത്രം, കമ്പളത്ത് ഗോവിന്ദൻ നായർ, മാധവൻ നായർ, വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, സാമ്രാജ്യത്വത്തിനെതിരെ, കൊളോണിയലിസത്തിനെതിരെ, ഫ്യൂഡലിസത്തിനെതിരെ ഈ രാജ്യം ആവേശത്തോടെ ഓർക്കുന്ന പോരാട്ടങ്ങൾ ഇരമ്പിയാർത്ത മണ്ണാത്. ആർക്കാ സംശയം? ആ ധീര രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ചത് വർഗീയതയുടെ രാഷ്ട്രീയമല്ല എന്നത് ഈ നാട് പൊതുവായി അംഗീകരിച്ചു പോയ ഒരു സത്യമാണ്. മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണം ഉള്ളടക്കം ഫ്യൂഡൽ വിരുദ്ധമാണ്, സാമ്രാജ്യത്വ വിരുദ്ധമാണ്, അങ്ങേയറ്റം പുരോഗമനപരമാണ്, മതനിരപേക്ഷമാണ്. മലപ്പുറം ജില്ല 69 തന്നെ ഉണ്ടായതല്ല. 67 സപ്തകക്ഷി മന്ത്രിസഭയുണ്ട്, അവിടെ ഞങ്ങളുമുണ്ട്. ആ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം ആകെ വർഗീയമാണ്. പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ സന്ദർഭം 2014 അഹമ്മദ് സാഹിബ് മരിച്ചിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിച്ചു വന്നപ്പോൾ അന്ന് ഇവരിത് ഓർത്തില്ലല്ലോ, അന്ന് ഇവരിത് പറഞ്ഞില്ലല്ലോ. ആ മലപ്പുറത്ത് വന്ന് വെള്ളാപ്പള്ളി നടേശനൊപ്പം ഒരാൾ ഇവിടെ ഒരു സമുദായത്തെ മറ്റൊരു സമുദായം ശ്വാസം വിടാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഭീതിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം ഞങ്ങളെയല്ല പഠിപ്പിക്കേണ്ടത്, അത് വെള്ളാപ്പള്ളി നടേശനെ പഠിപ്പിക്കണമായിരുന്നു. ഇനി വികസനം ഞാൻ പെട്ടെന്ന് പറയാനും, നമ്മൾ എന്തിനാ വേറെ പോകുന്ന? ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലാണല്ലോ KSEB. നമ്മൾ പരിശോധിച്ചോ? ആര്യാടൻ മുഹമ്മദ് കേരളത്തിന്റെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇനി വരാനിരിക്കുന്ന 25 വർഷത്തേക്ക് സ്വകാര്യ കമ്പനികൾ 4 രൂപ 29 പൈസക്ക് കേരളത്തിന് കറണ്ട് തരണം എന്നൊരു കരാറ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ആര്യാടൻ മുഹമ്മദിനെതിരെ വിജിലൻസ് കേസെടുക്കാൻ പുറപ്പെട്ടു. ആ കരാർ റദ്ദാക്കാൻ ഇവരിറങ്ങി പുറപ്പെട്ടു. കോടതിയിൽ പോയി അത് റദ്ദാക്കി. എന്നിട്ട് ഇപ്പോഴോ ഇതേ ജിൻഡാൽ ഗ്രൂപ്പിനോട്, ഇതേ അദാനി ഗ്രൂപ്പിനോട് നമ്മൾ 10 രൂപയ്ക്കും 11 രൂപയ്ക്കും കറണ്ട് വാങ്ങി നാട്ടുകാർക്ക് കൊടുക്കുക. എന്നിട്ട് ആഴ്ചക്കാഴ്ചക്ക് ഇവർ കറണ്ട് കാശ് കൂട്ടിക്കൊണ്ടിരിക്കുക. 2016 1000 രൂപ ഉണ്ടായിരുന്ന കേരളത്തിന്റെ KSEBയുടെ പൊതുകടം മുടിഞ്ഞ് 45,000 കോടി വരെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആര്യാടൻ മുഹമ്മദിന്റെ ആ മണ്ണിൽ KSEBയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ പുരോഗമനം ഒക്കെ ചർച്ചയായിക്കോട്ടെ, ഞങ്ങൾക്ക് അതിനൊക്കെ നല്ല രാഷ്ട്രീയ മറുപടി ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ ET മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചവരാണ്, സംവാദം നടത്തിയവരാണ്, ലീഗ് ചത്ത കുതിരയാണ്. പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത്. കോഴിക്കോട് കടപ്പുറത്ത് CH മുഹമ്മദ് മറുപടി കൊടുത്തു, അല്ല നെഹ്റുജി, ഇത് ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. പക്ഷേ
പക്ഷേ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? ഈ പറയുന്ന കീറത്തുണി ആരെ കുറിച്ച് പറഞ്ഞു? അങ്ങ് മിണ്ടില്ലല്ലോ. ഞാൻ പറയാമെന്ന് പറഞ്ഞത് സ്വരാജ് CPI കുറിച്ച്, ഇവന്റെ തലയിൽ തക്കാളി കൃഷി നടത്തണം എന്ന് പറഞ്ഞത് ജനയുഗം സ്വരാജിനെ കുറിച്ച്. അപ്പൊ ഇത്തരം തർക്കങ്ങളുടെ ഭൂതകാലം ഞങ്ങൾക്കും നിങ്ങൾക്കും ഉണ്ട്. അതൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ചർച്ചയ്ക്ക് വെക്ക്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭരണ വീഴ്ചകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും സംസാരിച്ചത്. നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ സംസാരിച്ചത്. അതിനെന്ത് മറുപടി ഉണ്ട് എന്നാണ് ചോദിച്ചത്. നിങ്ങളുടെ മനസ്സിൽ എനിക്കറിയാൻ പ്രയാസമുണ്ടെന്ന് അടക്കി പിടിച്ച് കരയുകയാണ് ഈ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ്. കാരണം നേതൃത്വത്തിന് അധികാരം വേണം, നേതൃത്വത്തിന് കച്ചവടം നടത്തണം. അതിന് എല്ലാ നിലപാടുകളെയും പണയം വെക്കാൻ അവർ തയ്യാറാക്കി. കച്ചവടക്കാരുടെ ഒരു കൂട്ടമാണ് ഇന്ന് UDF നയിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിലപാട് പ്രശ്നമല്ല. എന്നാൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കൈവിറക്കില്ല. അവരുടെ കൈവിറക്കും ഈ ആര്യാടന്മാർക്ക് വോട്ട് ചെയ്യുമ്പോൾ. അതൊക്കെ നമുക്ക് കാണാം. നിങ്ങളുടെ നേതാക്കന്മാർ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വ സഖാവ്യം സ്വരാജ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TS സിദ്ദീഖ് ഇന്നലെ നിലമ്പൂർ അങ്ങാടിയിൽ പ്രസംഗിക്കാണ്. വസീഫെ എന്താ പ്രസംഗിച്ചത്? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണം. അതെന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യരുടെയും, അതായത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതല്ല. നിങ്ങളുടെ നേതാക്കന്മാരുടേതല്ലാത്ത പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്ക്. കാരണം എന്താ അറിയോ? അവരാഗ്രഹിക്കുന്നത് ഈ കച്ചവട രാഷ്ട്രീയമല്ല, തമ്മിൽ തല്ലി സീറ്റിന് വേണ്ടി കലഹിക്കുന്ന ഈ മുസ്ലിം ലീഗിന്റെ UDFന്റെ രാഷ്ട്രീയമല്ല. അവരാഗ്രഹിക്കുന്നത് ഈ നാട് ഈ ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന ഒരു നാട്, ഇവിടെ വികസന പൂർത്തീകരണത്തിന് ഈ നാട്ടുകാരായ കേരളവും രാജ്യവും അംഗീകരിക്കുന്ന അത് മുസ്ലിം ലീഗുകാരും അത് കോൺഗ്രസുകാരും ലീഗ് അണികൾ ഇന്ന് സ്വരാജിനോടൊപ്പം വോട്ട് രേഖപ്പെടുത്താൻ എത്തുമോ എന്നുള്ളതാണ്. അത് SDPയുടെയും ജമാഅത്തിന്റെയും മാത്രമല്ല, ലീഗിലെ അനുകൂല വോട്ടുകളും സ്വരാജിലേക്ക് വരുമെന്നാണ് CPM കരുതുന്നത്. താങ്കളൊന്ന് തിരിച്ചു വെച്ചു. ഒരൊറ്റ നിലമ്പൂരിലെ ഒരൊറ്റ CPI ഒരു തർക്കവും വേണ്ട. 12,000 വോട്ടിന് നേരത്തെ ആര്യാടൻ തോറ്റിട്ടുണ്ടെങ്കിൽ അന്നത്തെ തോൽവിയുടെ കാരണം പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ചെയ്യണ്ട അന്നത്തെ തോൽവിയുടെ കാര്യം മനസ്സിലാവും. നിങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പച്ചക്കൊടിയും മലപ്പുറം ജില്ലയും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ മുമ്പിൽ അധികാരം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ അധികാരം മാത്രമേ ഉള്ളൂ. ഷിബൂക്ക അധികാരം മാത്രമേ ഉള്ളൂ. പക്ഷേ അധികാരമില്ലാതെ ഇനിയും മുന്നോട്ട് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് പേരെടുത്തു പറഞ്ഞത് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറുന്നുണ്ടോ? പാലക്കാട് SDPയുടെയും ജമാഅത്തിയുടെയും വോട്ട് വാങ്ങി വിജയിച്ചു എന്ന് നിങ്ങൾ ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുമ്പോൾ വയനാട്ടിലും സമാനമായ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി അരുണെ, ഞങ്ങളുടെ ജില്ലാ വർഗീയ ചേരിയിൽ നിന്നുള്ള വോട്ട് വാങ്ങിയാണ് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ അതേ ആളുകളുടെ വോട്ടുകൾ നിങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി RSSന്റെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട. എന്നാൽ ഇതിലൊക്കെ പെട്ടുപോയ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. മുസ്ലിം ലീഗിൽ പെട്ടുപോയ അങ്ങനെയല്ല പറഞ്ഞത്. അത് വസിഫിന്റെ വ്യാഖ്യാനമാണ്. സിദ്ദീഖ് പറഞ്ഞത് അങ്ങനെയല്ല. സിദ്ദീഖ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. സിദ്ദീഖ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. സിദ്ദീഖ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. മനുഷ്യർക്ക് അവർക്കെല്ലാം വോട്ട് ചെയ്യാം എന്നുള്ളതാ. ഞങ്ങൾ വളരെ കൃത്യമായി SDPയുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ജില്ലാ കമ്മിറ്റി നേതാവ് പറഞ്ഞത് അങ്ങനെയല്ല. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ? ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രസംഗത്തിൽ ആ പ്രസംഗം മുഴുവൻ മാനവികത ഉയർത്തിപ്പിടിച്ച് മനുഷ്യനെ ജീവിക്കുന്നവർ അതാ പറഞ്ഞത്. ചർച്ച വേണ്ട, രാഷ്ട്രീയ നേതൃത്വം കേൾക്കൂ. ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർവാത്മന സമർപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിലമ്പൂർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ. അതിൽ കോൺഗ്രസ് എന്നോ ലീഗെന്നോ BJP എന്നോ സുഡാപ്പി എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ല. മനുഷ്യന്റെ എല്ലാ പിന്തുണയും
എല്ലാ മനുഷ്യരുടെയും ഷിബു മീരാൻ, മനുഷ്യന്റെ പിന്തുണ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ലീഗിന്റെ കാര്യം പറയുന്നുണ്ട്, BJP-യുടെ കാര്യം പറയുന്നുണ്ട്, RSSന്റെ കാര്യം പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ കാര്യം പറയുന്നുണ്ട്, സുഡാപ്പികളുടെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ജമാഅത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ ഒരു വാക്ക് SDPL ജമാഅത്ത് ഇസ്ലാമി ഇവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് രാഷ്ട്രീയം. അങ്ങാടിയിൽ നിന്ന് പരസ്യമായി വോട്ട് അധികാരമോഹമാണ് മനുഷ്യരുടെ ജിന്നുകളാണോ ഇത്ര പ്രശ്നങ്ങൾ അവരുടെ രീതി കൊണ്ടാണ് പരാജയം മുന്നിൽ കാണുന്നു. വരും ദിവസങ്ങളിൽ നമുക്കിത് ചർച്ചയാക്കാം. അങ്ങ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഫൈറ്റ്, ഒരു പോരാട്ടമാവട്ടെ. ഞാൻ BJP പ്രതിനിധിയിലേക്ക് വന്ന് ഈ ചർച്ച അവസാനിപ്പിക്കണം. 1 മിനിറ്റ് സമയമേ ബാക്കിയുള്ളൂ. ശ്രീ പത്മനാഭൻ, ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത് എങ്ങനെയാണ്, UDF നേരിടുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് നേരിടാൻ വരുന്നത്. ആ രാഷ്ട്രീയത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള വികസന വിഷയങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് മറുപടി നൽകും. അടുത്ത 10 മാസം മാത്രമാണ് MLA-ക്ക് സ്ഥാനമുള്ളതെങ്കിലും അതൊരു ഭരണ തുടർച്ചയുടെ അവകാശമായിട്ട് CPM കണക്കാക്കുന്നു. ഭരണ തുടർച്ചയെ എതിർക്കുന്നതായിട്ട് UDF കണക്കാക്കുന്നു. വലിയ സൂചനകളാണ് വരാൻ പോകുന്നത്. എന്തായാലും മോഹൻ ജോർജിനെ കളത്തിലിറക്കി നിങ്ങൾ BJP ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അപ്പോഴും 2 ചോദ്യങ്ങൾക്ക് ബാക്കി. 12-13% വരുന്ന ക്രിസ്ത്യൻ ജനതയോട് മണിപ്പൂരിൽ സംഭവിച്ചതിനുള്ള മറുപടി, ക്രിസ്തീയ സമുദായത്തിലെ ബിഷപ്പുമാർ നേരിട്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കുള്ള മറുപടി BJP പറയേണ്ടി വരും. നമ്പർ 2, മഹാരാഷ്ട്രയ്ക്കൊരു നീതിയും കേരളത്തിനൊരു നീതിയുമായി കേന്ദ്രം വിദേശ സഹായം നിഷേധിക്കുന്നതിലെടുത്ത നിലപാടും നിലമ്പൂരിൽ ചർച്ച ചെയ്യും. വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ കേന്ദ്രത്തോട് അപേക്ഷിച്ചിരിക്കുന്ന കേരളമുണ്ട്. കനിയാത്ത കേന്ദ്രത്തെക്കുറിച്ചും നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതിൽ നിങ്ങൾ ദുർബലമാകുമോ VP ശ്രീ പത്മനാഭൻ മറുപടികളിൽ? ഞാൻ ഒരു കാര്യം പറയാം, താങ്കൾ എഴുതി വെച്ചോ. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വികസന വിഷയങ്ങൾ ഞങ്ങൾ മാത്രമേ പറയാൻ പോകുന്നുള്ളൂ, വേറെ ആരും പറയാൻ പോകുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ ഒരു ഗുരുതരമായ അസുഖം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രി ഇല്ലാത്ത നിലമ്പൂരിനെ പറ്റിയും, കുടിവെള്ളമില്ലാത്ത മലയോര മേഖലയെപ്പറ്റിയും, ഒരു പാലം നടപ്പാലം പോലുമില്ലാത്ത ആദിവാസികളെ പറ്റിയും, അതുപോലെ തന്നെ നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, നിലമ്പൂരിലെ റെയിൽവേയിലെ ഇലക്ട്രിഫിക്കേഷൻ, നിലമ്പൂരിലെ കിസാൻ സമ്മാൻ നിധി, നിലമ്പൂരിലെ ആയുഷ്മാൻ ഭാരത്, നിലമ്പൂരിലെ ഗരീബ് കല്യാൺ യോജന ഒക്കെ പോട്ടെ, അന്യ സംസ്ഥാനങ്ങളിൽ 2 ഉണ്ട് തൊട്ടടുത്ത്. അവിടേക്ക് KSRTCയുടെ ദീർഘദൂര ബസ്സുകളില്ല, ഒന്നുമില്ല. വികസനം വികസനമായിരിക്കും BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. താങ്ക് യു ശ്രീ VP ശ്രീ പത്മനാഭൻ, V വസീഫ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സജി മഞ്ഞക്കടമ്പിൽ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.